ഇന്ന് ഞാൻ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചേട്ടൻ ഓടി വന്നിട്ട് എന്നോട് പറയുകയാണ്, മാന്യമായിട്ടൊക്കെ റിവ്യൂ പറയണം കേട്ടോ എന്ന്. അപ്പം ഞാൻ പുള്ളി അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നല്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചു, ചേട്ടാ ഞാൻ മാന്യമായിട്ടല്ലാതെ എപ്പോഴാണ് മൂവി റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന്. അതൊന്നും കൊണ്ടല്ല, മാന്യമായിട്ടൊക്കെ റിവ്യൂ പറയണം എന്ന് പുള്ളി വീണ്ടും ഇങ്ങനെ പറയുകയാണ്. സിനിമ കാണുക എന്നുള്ളതാണ് എൻ്റെ പ്രയോറിറ്റി. അതിന് കുറച്ച് സമയമേ മിച്ചമുള്ളൂ. ഇതിനൊക്കെ മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വഴി അങ്ങ് പോകേണ്ടി വരും. അതുകൊണ്ട് പുള്ളിക്ക് അന്നേരം ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. ഇതുപോലെ ഇനിയും വന്ന് പറയാൻ സാധ്യതയുള്ള ആളുകളോടും കമൻറ്റ് ബോക്സിൽ വന്ന് കരയുന്നവരോടും ഒക്കെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മൂവി റിവ്യൂ വീഡിയോസ് കാരണം, പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാരണം മലയാള സിനിമ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, മമ്മൂക്കയ്ക്ക് പോലും അഭിപ്രായം ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ റീസെൻറ്റ് ഇൻ്റർവ്യൂസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. എന്തായാലും അങ്ങനെ മൂവി റിവ്യൂ വീഡിയോ യൂട്യൂബിൽ വരുന്നത് കാരണം സിനിമ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. വളരെ സിമ്പിളാണ്, 5 പൈസ ചിലവില്ല. നിങ്ങൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടായാൽ മതി. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. ഇമെയിൽ ഐ ഡി ഉള്ള ആർക്കും തുടങ്ങാം. അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി മലയാള സിനിമയെ രക്ഷിക്കാൻ വേണ്ടി, ഇപ്പോൾ ഞാനൊക്കെ പറയുന്ന അഭിപ്രായം തെറ്റാവുന്നതുകൊണ്ടായിരിക്കുമല്ലോ മലയാള സിനിമ തകർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലയാള സിനിമയെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. മൂവി റിവ്യൂ വീഡിയോസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. വളരെ സിമ്പിൾ, ഷൂട്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. വൃത്തിക്ക് മെനക്കും ചെയ്യണമെങ്കിൽ കുറച്ച് അധ്വാനം കൂടുതൽ ആവശ്യമാണ്. അല്ലെങ്കിൽ ആർക്കും അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ മലയാള സിനിമയെ രക്ഷിക്കാൻ വേണ്ടി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. അപ്പം തന്നെ മലയാള സിനിമയ്ക്ക് ഒരു രക്ഷകനെ കിട്ടിയതുകൊണ്ട് മോഹൻലാൽ, മമ്മൂട്ടി, ടൊവിനോ, പൃഥ്വിരാജ്, പാർവതി, നിമിഷ സജയൻ, ദർശന തുടങ്ങി നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ താരങ്ങളും നിങ്ങളുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നു. മലയാള സിനിമയെ രക്ഷിക്കുന്നതിൻ്റെ ഒരു പാർട്ടായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. വാവ്, വണ്ടർഫുൾ അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ അഭിപ്രായങ്ങൾ വളരെ മാന്യമായി, വൃത്തിയായി, കൃത്യമായി ഞാനിവിടെ പറയുന്നുണ്ട്. ക്രിയേറ്റീവ് അല്ലാത്ത ക്രിറ്റിസിസം ഏറ്റെടുക്കുന്ന പരിപാടി ഞാൻ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ളത് കണ്ണൂർ സ്ക്വാഡിനെ കുറിച്ചാണ്. കണ്ണൂർ SP ഉണ്ടാക്കിയ ഒരു അന്വേഷണ സംഘം, അത്രയേ ഉള്ളൂ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന ആ ഒരു പേരിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ അവർ നടത്തിയിട്ടുള്ള അന്വേഷണ യാത്രകൾ എന്ന് പറയുന്നത് അതിഗംഭീരങ്ങളായിട്ടുള്ള യാത്രകളാണ്. ആ യാത്രകളിൽ ചിലതൊക്കെ കോർത്തിണക്കി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഈ സിനിമ ചെയ്യുന്നത്. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴേ കുറേ ആളുകൾക്ക് ഊഹിക്കാൻ പറ്റിയിട്ടുണ്ടാവും സിനിമ കുറച്ച് സ്ലോ പേസിൽ പോകുന്ന ഒരു പടമായിരിക്കും എന്നുള്ളത്. ചില ആളുകൾ കുറ്റവും ശിക്ഷയും പോലെ വളരെ സ്ലോ ആവുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും പേഴ്സണലി ആ സിനിമ കുറച്ച് വളരെ സ്ലോ ആയിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ സിനിമ ആ സിനിമയോളം സ്ലോ അല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ പോസിറ്റീവ് പെർഫോമൻസുകളാണ്. മമ്മൂക്ക ആസ് യൂഷ്വൽ ഗംഭീരാക്കിയിട്ടുണ്ട്. പക്ഷേ ഉണ്ട എന്ന സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ഒരു ആവർത്തനം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മമ്മൂക്കയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അഭിനയ മോഹിയായിട്ടുള്ള ഒരാളാണ്, ഓരോ കഥാപാത്രങ്ങളിലും വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഉണ്ടയിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രവും ഈ കഥാപാത്രവും കൂടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഒരു വ്യത്യാസം സംഭവിക്കുന്ന പോലെ തോന്നില്ല. മാത്രമല്ല, വളരെ ഇമോഷണലായിട്ട് അദ്ദേഹം പ്രതികരിക്കുന്ന രംഗങ്ങൾ ഈ സിനിമയിൽ എടുത്താലും ഉണ്ടയിൽ എടുത്തു കഴിഞ്ഞാലും ഭയങ്കര സിമിലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ചിലപ്പോൾ ആ കഥാപാത്രം എൻ്റെ അത്രയും പ്രിയപ്പെട്ട ഒരു സിനിമയും കഥാപാത്രമൊക്കെ ആയിരുന്നതുകൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ് കമ്പാരിസൺ വന്നതാവാം. അതുകൂടാതെ അദ്ദേഹത്തിനോടൊപ്പമുള്ള ആ ടീം അംഗങ്ങൾ, ഇതൊക്കെ ആരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാൻ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം, ചില ട്വിസ്റ്റുകളും സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും, ഈ സിനിമയിലെ എല്ലാ അഭിനേതാക്കളും മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അവരുടെയൊക്കെ കരിയർ ബെസ്റ്റ് എന്ന് പറയാനുള്ള സാധനമല്ല, പക്ഷേ അവരൊക്കെ നന്നായി അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ഞെട്ടിപ്പൻ പ്രകടനം നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കാനുള്ള അങ്ങനൊരു സ്പേസ് ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ അതിഗംഭീര പ്രകടനമായിരുന്നു മോനെ എന്ന് പറയാനുള്ള ഒരു സംഭവം എനിക്ക് സിനിമയിൽ കിട്ടിയില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് എന്താണോ ആവശ്യമുള്ളത് അതങ്ങനെ ഡെലിവറി ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം സിനിമയുടെ മ്യൂസിക്കാണ്. ഈ സുഷിൻ ശ്യാം എന്ന് പറയുന്ന ആളുണ്ടല്ലോ, പുള്ളി ഒരു സിനിമ കൈ കിട്ടുമ്പോൾ അത് സ്കെയിൽ വെച്ച് അളന്നിട്ടാണ് അതിന് മ്യൂസിക് ഇടുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ചില സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ചില ആളുകൾ ചെയ്യുന്ന സമയത്ത്, സിനിമ കാണുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, സിനിമയ്ക്കപ്പുറം വളർന്നു നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരും. അതായത് സിനിമ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ച് കഴിഞ്ഞാൽ അയ്യോ എന്തൊരു ജിൽ ഫീലാണെന്നൊക്കെ നമുക്ക് തോന്നുന്ന പോലെ സിനിമയ്ക്ക് മുകളിൽ വളരുന്നതുണ്ട്. സിനിമയിലെ ഏതെങ്കിലും ഒരു രംഗത്തിൻ്റെ പകുതി പോലും എത്തിക്കാതെ, അതായത് നല്ലൊരു രംഗത്തിനെ മോശമായി നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്നതും സംഭവിക്കാറുണ്ട്. പക്ഷേ ഇത് കറക്റ്റ് സ്കെയിലാണ്. അതായത് ഇതിനകത്ത് അമാനുഷിക സാധനങ്ങളൊന്നും അല്ല കാണിക്കുന്നത്. എന്നാൽ അതേസമയം ചില ഇടങ്ങളിൽ അവർ ആ ഒരു സ്കെയിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കൃത്യമായി ബാലൻസ് ചെയ്തുകൊണ്ട് ആ മൂഡ് നമ്മളിലേക്ക് കറക്റ്റായി എത്തിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഫൈറ്റ് സീക്വൻസുകൾ വന്നപ്പോഴാണ് ഞാൻ BGMൽ കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. സുഷിൻ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളിൽ ഒന്ന്, ഒരുപക്ഷെ ഒന്നാമത്തെ പോസിറ്റീവായിട്ട് ഞാൻ പറയേണ്ടിയിരുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയായിരുന്നു. ആൻഡ് പാട്ടൊന്നും വന്നു പോകുന്നത് എനിക്ക് ഓർമ്മയില്ല എവിടെയായിരുന്നു പാട്ട് വന്നതെന്ന്. കാര്യം അത്ര ഫ്ലോയിൽ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ സംവിധായകന് കൂടി ഒരു കയ്യടി കൊടുക്കേണ്ടതാണ്, കറക്റ്റ് ആ ഒരു അറേഞ്ച്മെൻ്റൊക്കെ സെറ്റായി വന്നതിന്. മൂന്നാമത്തെ പോസിറ്റീവ്
അത് സിനിമയുടെ സെക്കൻഡ് ഹാഫാണെന്ന് ഞാൻ പറയും. അതായത് ഫസ്റ്റ് ഹാഫ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ പോലീസ് അന്വേഷണം കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് അവർ പോയ ശരിയായ വഴികൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് കണ്ടെത്തി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീല് ആസ് എ പ്രേക്ഷകൻ എനിക്കുണ്ടായി. കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങളാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ആ കോംപ്ലിക്കേറ്റഡ് എലമെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ട് അവർ ശരിയായ വഴി പോകുമ്പോഴാണ് നമുക്ക് ഇവർ ഭയങ്കരം തന്നെ എന്ന് നമുക്ക് തോന്നുക. പക്ഷേ ഇവിടെ പത്രങ്ങളിലൂടെയും മറ്റ് വാർത്തകളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കണ്ടറിഞ്ഞിട്ടുള്ള പോലീസ് പോയ ആ വഴി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിലുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ഒരു ഉദ്വേഗം ഉണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമയുടെ ഗിയർ മാറുന്നുണ്ട്. അതോടുകൂടി സിനിമ വേറെ ഹൈറ്റിലേക്ക് പോകുന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ സിനിമ കുറേയും കൂടി രസമുള്ള ഒരു സംഭവമായിട്ട് മാറുകയാണ്. രസം ഇസ് നോട്ട് ഹാപ്പിനെസ്. ഒരുപാട് രസങ്ങളുണ്ടല്ലോ. ആസ് എ പ്രേക്ഷകൻ എന്നിലെ പല രസങ്ങളെയും ഉദ്ദീപിപ്പിക്കാൻ സിനിമയ്ക്ക് പറ്റുന്നത് സെക്കൻഡ് ഹാഫിലാണ്. നാലാമത്തെ ഒരു പോസിറ്റീവ്, കേരളത്തിന് പുറത്തുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലേക്കൊക്കെയുള്ള അന്വേഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാള തമിഴ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഉദ്വേഗത്തിൻ്റെ എലമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ. മാത്രമല്ല അവിടെ നിന്നുള്ള എസ്കേപ്പ് അതത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. ജീവൻ പണയം വെച്ചാണ് അവരവിടെ പോകുന്നതെന്നുള്ള ഫീൽ നമ്മളിൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, അത് ഒരു പരിധിവരെ ഈ സിനിമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗ്രാമ രക്ഷപ്പെടൽ രംഗങ്ങളൊക്കെ, അതിലേക്ക് ഞാൻ ഒത്തിരി പോകുന്നില്ല, സ്പോയിലർ ആയേക്കാം. ആൻഡ് അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത് ഇതിൻ്റെ വിഷ്വൽ സൈഡാണ്. ഇതൊരു യാത്രയും കൂടി ചേരുന്ന ഒരു അന്വേഷണ കഥയാണ്. അപ്പോൾ ആ യാത്രയുടെ എലമെൻറ്റുകൾ വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. സ്ഥലങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തരുന്ന അതൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ആ വിഷ്വൽ ഞാൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ആർട്ടിനെയും കൂടി ചേർത്ത് പറയാം. അവർ അവിടുത്തെ കാഴ്ചകൾ അതൊക്കെ അവർ ഒരുക്കി പെറുക്കി നമ്മുടെ മുന്നിലേക്ക് കൊണ്ട് വെക്കുമല്ലോ, അതൊക്കെ വളരെ രസമായിട്ട് എനിക്ക് തോന്നി. അടുത്തൊരു പോസിറ്റീവ്, 2-3 ഇടങ്ങളിലെ ക്യാച്ചി ആയിട്ടുള്ള ഡയലോഗുകൾ. സിനിമ ഉടനീളം ഗംഭീര ഡയലോഗുകൾ ഓരോന്നും ഓർത്തിരിക്കുന്ന അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ 2-3 ഇടങ്ങളിലെ ഡയലോഗുകൾ അടിപൊളിയായിരുന്നു. അതിൽ 1-2 ഇടങ്ങളിൽ ഞാൻ കൈയടിക്കുകയും ചെയ്തു. ഇനി നെഗറ്റീവ്സിലേക്ക് കിടക്കാം. നെഗറ്റീവ് ഇല്ല കേട്ടോ. എനിക്ക് യോജിക്കാൻ പറ്റാതെ പോയ കാര്യങ്ങൾ അങ്ങനെ പറയാം. ഇനിയിപ്പോൾ നമ്മൾ നെഗറ്റീവ് പറഞ്ഞിട്ട് എന്ന് വേണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, ഇതിലെ ഫൈറ്റ് രംഗങ്ങൾ എനിക്ക് സിനിമയിൽ നിന്ന് വല്ലാണ്ട് വിട്ട് നിൽക്കുന്ന പോലെ തോന്നി. കാര്യം സിനിമയിലെ അന്വേഷണമാണെങ്കിലും അത് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും അവരെ പച്ചയായ മനുഷ്യരെ പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അവരുടെ ആ ഒരു സ്ട്രഗിളും കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമങ്ങൾ, അത് വളരെ നാച്ചുറലായിട്ട് എത്തിക്കാനുള്ളൊരു ശ്രമങ്ങൾ നമുക്ക് സിനിമയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്താണ് ചില ആളുകൾ പ്രകൃതി പടങ്ങൾ എന്നൊക്കെ പറയുന്ന പോലത്തെ കംപ്ലീറ്റ്ലി പ്രകൃതി രീതിയിലേക്ക് മാറുന്നില്ലെങ്കിൽ പോലും അങ്ങനെയാണ്. പക്ഷേ ഫൈറ്റ് രംഗങ്ങളിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് സിനിമയാകെ മാറുന്ന പോലെ എനിക്ക് തോന്നി. സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു ഫൈറ്റ് രംഗം വന്നപ്പോൾ തന്നെ, അതായത് ഇടി കൊണ്ടു ഇനിയൊന്ന് കറങ്ങാം എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് പലതും ഫീൽ ചെയ്തത്. ഒരു കുഞ്ഞ് സ്പേസിൽ നടക്കുന്ന ഫൈറ്റാണ്. അത് ഒത്തിരി അങ്ങോട്ട് എക്സാജറേറ്റ് ചെയ്യുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു എസ്കേപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫൈറ്റ് രംഗം വരുമ്പോഴും എനിക്കത് ഏറ്റവും എവിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ്. അതായത് അത്രയും നേരം സിനിമ നമ്മുടെ നവ പോലീസ് സിനിമകൾ എന്ന് വിളിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പഴയ പോലീസ് കഥകളിൽ നിന്ന് മാറിയിട്ട് കുറേയും കൂടി ക്ലോസ് ടു ലൈഫ് ആയിട്ടുള്ള പോലീസ് സിനിമകൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നവ പോലീസ് സിനിമകളുടെ ഒപ്പം സഞ്ചരിക്കുകയും പക്ഷേ ചില സമയത്ത് ഉദയകൃഷ്ണ, പി ഉണ്ണികൃഷ്ണൻ കൂട്ടുകെട്ടിൽ വരുന്ന ഒരു സിനിമ ആക്ഷൻ പോലെയൊക്കെ അത് ഏറ്റവും എവിഡൻ്റ് ആയിട്ട് നിന്നത് ക്ലൈമാക്സിലായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ ഫൈറ്റ് രംഗങ്ങൾ സിനിമയുടെ അതുവരെയുള്ള സ്വഭാവത്തിൽ നിന്ന് വല്ലാണ്ട് വിട്ടു നിൽക്കുന്ന പോലെ തോന്നി. അത് നിങ്ങൾക്കൊരു പ്രശ്നമല്ല, സിനിമയുടെ അതുവരെയുള്ള പേസും അങ്ങനെയുള്ള കാര്യങ്ങളും അത് നിങ്ങളങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു സംഭവമല്ല എന്നാണെങ്കിൽ നിങ്ങൾക്കതൊരു വലിയ നെഗറ്റീവായിട്ട് തോന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എല്ലാ പോലീസ് സിനിമകളിലെയും അവിഭാജ്യ ഘടകമായിട്ടുള്ള പോലീസുകാരുടെ മാനസിക സംഘർഷങ്ങൾ, അവരുടെ നിത്യജീവിതത്തിൽ, അവരുടെ കുടുംബജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അവതരിപ്പിക്കുക, പ്രേക്ഷകനായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പോഴാണ് ആ അന്വേഷണം എന്ത് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടുള്ളതാണെന്നുള്ളത് പ്രേക്ഷകന് കുറച്ചും കൂടി മനസ്സിലാവുക. ഈ സിനിമയിൽ ആ മാനസിക സംഘർഷങ്ങൾ പ്രേക്ഷകനിൽ രജിസ്റ്റർ ആക്കാൻ സിനിമയ്ക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല. ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഈ പോലീസ് അന്വേഷണത്തിനോടാണെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരോടാണെങ്കിലും നമുക്ക് തോന്നണമല്ലോ. അക്കാര്യത്തിൽ സിനിമ കുറച്ച് പുറകോട്ട് പോയതുപോലെ തോന്നി. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്ന് പറയുന്ന, അതായത് എടുത്തറിയാൻ പറ്റുന്നൊരു ശ്രമം സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രംഗത്തുണ്ട്. ഈ ഇൻറ്റേർണൽ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ സംഘർഷം ശരിക്കുള്ളൊരു സംഘർഷത്തിലേക്ക് ചെന്ന് എത്തുമ്പോഴാണ് നമ്മുടെ തിയറി ഓഫ് ക്ലീഷേ പ്രകാരം പോലീസുകാർ അവരുടെ ഉള്ളിലെ വിഷമം തുറന്നു പറയുക. കറക്റ്റ് ആ സീൻ തുടങ്ങിയപ്പോഴേ അറിയാം ഈ സീനിലാണ് പുള്ളിയുടെ സങ്കടങ്ങളൊക്കെ തുറന്നു പറയാൻ പോകുന്നത് എന്നുള്ളത്. അതൊക്കെ ഭയങ്കര പ്രെഡിക്റ്റബിൾ ഒരു സംഭവമായിരുന്നു. കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് ശരിയാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. മൂന്നാമത്തെ കാര്യം, ഇതിനകത്തൊരു യാത്രയും കാര്യമൊക്കെയാണെന്ന് പറഞ്ഞല്ലോ. ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവർക്കൊട്ടും ശീലമില്ലാത്ത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യണം. ആ യാത്ര എത്ര ദുർഘടമായിരുന്നു എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യണം. പക്ഷേ ആ ഫീൽ ചെയ്യിപ്പിക്കുന്ന കാര്യത്തിലും സിനിമ അങ്ങോട്ട് വിജയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം അവർ പോകുന്നു, ആ പോക്ക് എന്ന് പറഞ്ഞതിന് പകരം അവരെന്തൊരു പോക്കാ പോയത് എന്ന് നമുക്ക് പറയാൻ തോന്നണമല്ലോ. അപ്പോഴാണല്ലോ ആ യാത്രയും അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വിജയവും ഒരു സംഭവമായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുക.
ആ ഒരു രീതിയിലേക്ക് സിനിമ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണമായിരുന്നു. ആകെ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജി രവി, ഷാഹി കബീർ, ഖാലിദ് റഹ്മാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ അടുത്ത കാലത്തായി ഒരുക്കിയിട്ടുള്ള പോലീസ് സിനിമകളുടെയൊക്കെ ഒരു പാറ്റേണിൽ കൂടി തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ ഇടയ്ക്കൊരു സ്ഥലത്ത് ഉദയകൃഷ്ണ, ബി ഉണ്ണികൃഷ്ണൻ സിനിമയുടെ റേഞ്ചിലേക്ക് ഒന്ന് ചാടാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നം ഫീൽ ചെയ്തതൊഴിച്ചാൽ സിനിമ എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് വൺ ടൈം വാച്ചബിളാണ്. ഞാൻ ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടു, കുഴപ്പമില്ല. പക്ഷേ ഇനിയും അതിലേതെങ്കിലും ഒരു സീൻ കാണാൻ, ഒരു ഡയലോഗ് കേൾക്കാൻ, പെർഫോമൻസ് കാണാൻ വേണ്ടി ഒന്നും കൂടി തിയേറ്ററിൽ പോയി കാണാം എന്ന് പറയുന്നൊരു ഫീലില്ല. ആൻഡ് മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം വേറെ ആർക്കും വിട്ടുകൊടുക്കാതിരിക്കുക. അതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അഭിപ്രായം സ്വന്തമായി ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.